കട്ട വയലൻസ്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രത്തോളം ഒരു വയലൻസ് വരുന്ന പടം കാണുന്നത്. ഓ, ഇങ്ങനെ വയലൻസ് കണ്ടിട്ടില്ല. നമ്മൾ ഹോളിവുഡിൽ കാണുന്നുണ്ട്, ബോളിവുഡിലും കാണുന്നു, പക്ഷെ മലയാളത്തിൽ ഇത് എക്സ്ട്രീമാണ്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ സിദ്ദിഖിന്റെ, ജഗദീഷിനെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു വില്ലനായിട്ട് ജഗദീഷ് കുറച്ച് റോ ആയിട്ട് അഭിനയിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷെ ഇങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ സിദ്ദിഖ് ഒരു മാസ്റ്റർ പീസ് ആക്ടിങ് ആണ്. ഉണ്ണിമുകുന്ദൻ റോക്ക്ഡ് ആക്ച്വലി. വില്ലനോ ലാസ്റ്റ് വന്ന ക്ലൈമാക്സ് അടുത്തൊരു വില്ലൻ. അദ്ദേഹത്തിന് ഞാൻ ബോളിവുഡിൽ കണ്ടിട്ടുണ്ട് അദ്ദേഹം. പക്ഷേ ഇത് എക്സ്ട്രീംലി റോ ആക്ച്വലി. നന്നായിരുന്നു. ഉണ്ണിയുടെ പെർഫോമൻസ് നല്ലതാ. അതെ, കണ്ടു. അല്ല, വലിയ വയലൻസ് ഒന്നും ഇല്ല ആക്ച്വലി. പറയും കണക്ക് 80+ പിള്ളേക്കുട്ടിക്ക് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല, എല്ലാ ഫാമിലിക്കും എല്ലാവർക്കും കാണാൻ പറ്റും. പെർഫോമൻസ് എല്ലാം ഗുഡാണ്, എല്ലാം നല്ലതാണ്. എല്ലാവരും നല്ലതായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു, എല്ലാം ഓക്കെയാണ്, ഗുഡാണ്, പ്രശ്നമില്ല. അല്ല, ശരിക്കും ഞങ്ങൾ ഈ റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ ഈ കാണുന്ന അത്ര വലിയ വയലൻസ് ഒന്നും പറയാനില്ല. നമ്മളൊരു ഇംഗ്ലീഷ് മൂവീസൊക്കെ കണ്ടവരാണെങ്കിൽ അത് വെച്ച് നോക്കുമ്പോൾ വലിയ വയലൻസ് ഒന്നുമില്ല. മലയാളത്തിൽ വയലൻസ് ഫസ്റ്റാണ്, അത് ശരിയാണ്. മലയാളത്തിൽ നമ്മളിങ്ങനത്തെ ഒരു മൂവീസ് കണ്ടിട്ടില്ല. അങ്ങനെ ആ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതങ്ങനെയാണ്. പക്ഷേ ഇംഗ്ലീഷ് മൂവീസൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അത് വലിയ വയലൻസ് ആയിട്ട് ഫീൽ ചെയ്യില്ല, കുഴപ്പമില്ല, അത് കുട്ടികൾക്ക് കാണാൻ പറ്റുന്നതാണ്. 18+ ആയിട്ട് അങ്ങനെ നമുക്ക് അതിങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അത്രേ ഉള്ളൂ. വയലൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ലാത്തല്ലോ. അവരൊക്കെ കൊള്ളാം, വില്ലന്മാരൊക്കെ കൊള്ളാം. അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വയലൻസ് കൂടുതലാണ്. ഭയങ്കര ഗംഭീര, അടിപൊളിയാണ്. ജഗദീഷ് സിദ്ദിഖൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരുടെയും സൂപ്പർ അഭിനയമാണ്. തിലകൻ സാറിന്റെ അതെ, സൂപ്പർ സൂപ്പർ. എങ്ങനെയുണ്ട് പറഞ്ഞോ? കൊള്ളാം, അടിപൊളി. ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല ക്യാരക്ടറായിരുന്നു. കൊള്ളായിരുന്നു, അടിപൊളി. എന്ന് വെച്ചാൽ ബ്രോ പൊളിയായിട്ട് വേറെ ഒന്നും പറയാനില്ല. വയലൻസൊക്കെ, അതായത് എൻ്റെ കൂടെ വന്നവള് കണ്ണടച്ചിരിപ്പായിരുന്നു, ഒന്നും കണ്ടില്ല. പൊളി ബ്രോ, നൈസ്, ഒന്നും പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിമൂന്നിനെ നേരിട്ടുണ്ടായിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ച് ഒന്ന് പൊളിയാ, ഒന്നും പറയാല്ല, സെറ്റാ. വയലൻസ് ഒക്കെ എങ്ങനെയുണ്ട്? രക്തത്തിന്റെ കളിയാണല്ലോ. പേടിച്ചായിരുന്നോ അതോ? എങ്ങനെയുണ്ട് ജഗദീഷും സിദ്ദിഖും എങ്ങനെയുണ്ടായിരുന്നു? മാർക്കുമായിരുന്നോ? എങ്ങനെയുണ്ട്? നല്ല പടം. ലേറ്റസ്റ്റ് ആയിട്ട് മലയാളം ഫിലിമിൽ നല്ല ഒരു ആക്ഷൻ മൂവി. ഡെഫിനറ്റ് വാച്ച്. വയലൻസ് ഒക്കെ എങ്ങനെയുണ്ട്? പീക്കിലാണോ? നല്ല വയലൻസ് ഉണ്ട്, ബട്ട് ഇംഗ്ലീഷ് പടമായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഓക്കെ, പക്ഷെ നല്ല വയലൻസ് ഉണ്ട്. ഫസ്റ്റ് ടൈം ഇൻ മലയാളം. നൈസ് മൂവി. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല എല്ലാവരും പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് ട്വിസ്റ്റും ടേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അല്ലേ? നല്ല മാസ പടമായിരുന്നു. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രത്തോളം ഒരു വയലൻസ് മൂവി വരുന്നത്. അതെ, നല്ല അടിപൊളി പടമായിരുന്നു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ജഗദീഷ് ചേട്ടനൊക്കെ വില്ലനായിട്ടാണ്. സൂപ്പറായിരുന്നു, എല്ലാവരും സൂപ്പറായിരുന്നു. ഉണ്ണിമൂന്നിന് പിന്നെ പറയാൻ ഒന്നുമില്ല, ഭയങ്കര മാസമായിരുന്നു. മാർക്കോ എങ്ങനെ ഉണ്ടായിരുന്നു? വയലൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിരുന്നു. മാർക്കോ ആയിരുന്നു മാർക്കോ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെ ഉണ്ണി ഞെട്ടിച്ചോ? അടിപൊളി. സൂപ്പർ. ജഗദീഷ് ചേട്ടനെ ഇതുവരെ ഇങ്ങനെ ഒരു റോള് കണ്ടിട്ടില്ല, നന്നായിട്ടുണ്ട്. മാർക്കോ എവിടെ എങ്ങനെയുണ്ട്? വയലൻസ് എങ്ങനെയുണ്ടായിരുന്നു? പ്രതീക്ഷയായിരുന്നു ഇത്രത്തോളം വയലൻസ് ഉണ്ടായിരുന്നു? അറിഞ്ഞിട്ടാണ് വന്നത്. എങ്ങനെയായിരുന്നു? കാണാനൊക്കെ പറ്റിയത് കണ്ണടച്ചൊക്കെ കിടിലം പടം. നല്ല ഫൈറ്റ് സീനൊക്കെ കിടിലം. അത് കുറച്ച് ബ്രൂട്ടൽ സീൻസ് മാത്രമേ ഉള്ളൂ. പറയാൻ നല്ല പടമാണ്, കാണാം, കൊച്ചു പിള്ളേരെയും കാണാം, വലിയ കുഴപ്പമില്ല. നല്ല മൂവിയായിരുന്നു. ഭയങ്കരമായിട്ട് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടൊരു പേടി ഉണ്ടായിരുന്നു. അന്ന് കണ്ടപ്പോൾ ഏതാണ്ട് അതുപോലെ പേടിച്ചായിരുന്നു. കണ്ടപ്പോഴും പേടിച്ചായിരുന്നു. ഇന്റർവെല്ലിന് ശേഷം നല്ലോണം പേടിച്ചായിരുന്നു. ഉണ്ണിമൂന്ന് സൂപ്പർ. ഇങ്ങനെ ഇതായിരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ജഗദീഷ് അടിപൊളി. ജഗദീഷ് ഭയങ്കര ബ്രില്യൻസ് ആയിരുന്നു. സൂപ്പറായിരുന്നു. കളർ ഓരോരുത്തരായിട്ട് പറഞ്ഞു.
സൂപ്പർ പടം. പക്ഷെ ഒരു എൻഡിങ് ഇല്ലേ എല്ലാവരെയും കുറച്ചൊന്ന് രക്ഷിച്ചിട്ട് പ്രതികാരം ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. കൊള്ളായിരുന്നു. ഇതിപ്പോ ഒരു ഗുണവും ഇല്ലാതെ അങ്ങനെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ജഗദീഷ് സിദ്ദിഖൊക്കെ എങ്ങനെയാണ്? എല്ലാവരും സൂപ്പർ.